everyone, welcome back to my YouTube channel. ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം കുറച്ച് അധികം കാലമായി ഞാൻ ലോങ് ഹെയർസ് തന്നെയാണ്. എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമാണെങ്കിലും നമ്മൾ കുറേ കാലം ലോങ് ഹെയറിൽ തന്നെ നിൽക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഷോർട്ട് ഹെയർ ആക്കാൻ തോന്നും. പക്ഷെ ഒരുപാട് ഷോർട്ടാക്കാൻ എന്നെ വീട്ടിൽ നിന്ന് സമ്മതിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ, കുറച്ചൊന്ന് ഷോർട്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പം ചിലർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ലോങ് ഹെയറായി നിന്നിട്ട് അത് കട്ട് ചെയ്യണോ വേണ്ടോ, നമ്മൾ ലോങ് ഹെയർ മിസ് ചെയ്യുമോ. എനിക്ക് പക്ഷെ അങ്ങനത്തെ സങ്കടങ്ങളൊന്നുമില്ല. കാരണം എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമാണെങ്കിലും എനിക്കതിനേക്കാട്ടും ഇഷ്ടം ഷോർട്ട് ഹെയറാണ്. അങ്ങനെ ഇത് മുടി ഞാൻ മിസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊന്നും മിസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഒരു 2-3 വർഷമായി ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഷോർട്ട് ഹെയർ താല്പര്യം തോന്നുന്നത് സ്വാഭാവികം. സോ ഓക്കെ ഗൈസ്, ഞാൻ പോയിട്ട് എൻ്റെ ഹെയർ കട്ട് ചെയ്യട്ടെ. ഞാൻ യൂഷ്വലി അങ്ങനെ എന്തെങ്കിലും പാർലർ ആവശ്യങ്ങൾക്ക് പോകുന്നത് വേവ്സിലാണ്. സോ അവിടെ തന്നെ പോയിട്ട് ഹെയർ കട്ട് ചെയ്യാമെന്ന് കരുതി. എനിക്ക് നമ്മളെപ്പോഴും പോകുന്നൊരു സ്ഥലമാകുമ്പോൾ നമുക്ക് കുറച്ചൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. സോ വേവ്സിൽ പോയിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് വരാം. നിങ്ങൾ എൻ്റെ ഹെയർ കട്ട് വീഡിയോ കാണുന്ന ടൈം കൊണ്ട് ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് മൈ ഹെയർ. എൻ്റെ അമ്മ പണ്ട് പറയായിരുന്നു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് സൂപ്പർ തിക്ക് സ്ട്രെയിറ്റ് ആൻഡ് സിൽക്കി ഹെയർ ആയിരുന്നു എന്ന്. 7th വരെയൊക്കെ എനിക്ക് ഷോർട്ട് ഹെയർ തന്നെയായിരുന്നു. 8ാം ക്ലാസ് മുതലാണ് ഞാൻ എൻ്റെ മുടിയൊക്കെ നീട്ടാൻ തുടങ്ങിയത്. ആൻഡ് ദാറ്റ് ടൈം ഐ ആക്ച്വലി ലൈക്ക് ടു ലോങ് ഹെയർ. 10ലെത്തിയപ്പോൾ ഓ മൈ ഗോഡ്, ദാറ്റ് വാസ് ദ ലോങ്ങസ്റ്റ് ഹെയർ ഐ എവർ ഹാഡ്. ആ സമയത്ത് ഞാനൊരു നല്ല കുട്ടിയായിരുന്നു. ഞാൻ എന്നും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഹെയറൊക്കെ വാഷ് ചെയ്ത് മുടിയൊക്കെ പിന്നിയിട്ടിട്ടായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ മുടിയൊക്കെ ഡാമേജ്ഡായി. അങ്ങനെ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ട്രസ്റ്റ് മീ ഗൈസ്, ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഷോർട്ട് ഹെയർ. പക്ഷേ ഞാൻ ജീവിക്കുന്നത് ഒരു ഇന്ത്യൻ ഫാമിലി ആയതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒന്നും എന്നെ ഹെയർ കട്ട് ചെയ്യാൻ സമ്മതിക്കാറേ ഇല്ലായിരുന്നു. എന്നാലും ഐ യൂസ് ടു കട്ട് ഇറ്റ് മേ ബി വൺസ് എവറി 2 years. പക്ഷേ എൻ്റെ മുടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് ഹെയർ അത് എൻജോയ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ടൈമൊന്നും കിട്ടാറില്ല. ബട്ട് ടുഡേ ഈസ് ഡിഫറെൻറ്റ്. ടുഡേ ഐ എം കട്ടിങ് മൈ ഹെയർ ഷോർട്ട് വിത്ത് നോ റിഗ്രറ്റ്സ്, ഓൺലി ഹാപ്പിനെസ്. പലരും എന്നോട് പറഞ്ഞു എനിക്ക് അഹങ്കാരം കൊണ്ടാണ് ഇത്ര നല്ല ഹെയർ കട്ട് ചെയ്യുന്നതെന്നൊക്കെ. ബട്ട് ആക്ച്വലി ഇതൊരു അഹങ്കാരമൊന്നുമല്ല കേട്ടോ. ചെറിയൊരു ഹെയർ കട്ട് തന്നെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. Even a small haircut can boost our confidence level from 0 to 100. So it's not about ahangaram, it's just a haircut that makes someone happy. And if it makes them happy, it's their choice, their wish.
ഇപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്നു, എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്തു. എന്താ ഞാൻ പറയണ്ടേ, ഐ എം ജസ്റ്റ് സോ ഹാപ്പി. മേ ബി ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ എനിക്കറിയാം നിങ്ങൾ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ഫീലിംഗ് എന്താണെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമാണെങ്കിലും എൻ്റെ ഷോർട്ട് ഹെയറിന് എപ്പോഴും എൻ്റെ ഹൃദയത്തിലൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. സോ എൻ്റെ മുടി ഇപ്പോൾ ഇങ്ങനെ ഈ ഫ്ലോറിൽ വീണ് കിടക്കുമ്പോൾ പോലും എനിക്ക് കുറച്ച് പോലും റിഗ്രറ്റോ ഒരു മിസ്സിങ് ഫീലോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് കുറച്ച് അധികം കാലമായി ഞാൻ ഈ ലോങ് ഹെയറും കൊണ്ട് നടക്കുന്നു. ലോങ് ഹെയർ ഒരിക്കലും മോശമാണെന്നോ ഒന്നുമല്ല. എനിക്ക് മറ്റുള്ളവർ ലോങ് ഹെയറിൽ പോകുന്നു, ലൈക്ക് വേറെ പലർക്ക് ലോങ് ഹെയർ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കെപ്പോഴും ഷോർട്ട് ഹെയറായി നടക്കാനാണ് ഇഷ്ടം. സോ റൈറ്റ് നൗ ആഫ്റ്റർ ഹോൾഡിങ് ഓൺ ടു ലോങ് ഹെയർ ഫോർ സോ മെനി ഇയേഴ്സ്, ഇപ്പോൾ ഞാൻ ഷോർട്ട് ഹെയറിലെത്തിയപ്പോൾ ഐ ഫീൽ സോ ലൈറ്റ്, സോ ഫ്രീ, സോ കോൺഫിഡൻറ്റ് ആൻഡ് സോ 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 ഹാപ്പി. How is my new haircut? Nice. I know. I know. എന്തിനാ ചോദിക്കുന്നേ? അറിയില്ലേ? Guys, justice for women. എന്തിനാണ് ജസ്റ്റിസ്? ഇത്രയും നേരം ഇവിടെയും കാത്തിരുന്ന് എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേണം. യൂട്യൂബിലിടല്ലേ? ഞാൻ ഇടും ഗൈസ്, ഞാൻ ഇടും. തിന്നാൻ വേണം ഗോമോക്ക്. ഇതൊന്നും പറയുന്ന ഗൈസ്, എൻ്റെ മുടി വെട്ടിയതിന് ചിലവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുടി വെട്ടിയതിൻ്റെ ചിലവല്ല, ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നതിൻ്റെ ചിലവാണ്. ചിലവല്ല, കാത്തിരുന്നതിന് ചിലവ്. ട്രീറ്റ് ഫോർ കട്ടിങ് ഹെയർ. ഗൈസ്, ഇവളെ കൊണ്ട് എനിക്ക് ഭയങ്കര പണച്ചെലവാണ്. ഒരു മുടി വെട്ടുന്നതിന് കൂടെ കൂട്ടിയതിന് ഇപ്പം ഫുഡ് മേടിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അന്യായമല്ലേ ഗൈസ്? ഐ ലൈക്ക് മൈ ഹെയർ. ഹെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ കരുതി ഒന്ന് SM സ്ട്രീറ്റും കൂടി പോയി കറങ്ങി വരാമെന്ന്. പണ്ട് എനിക്കാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്ലേസ് ആയിരുന്നു SM സ്ട്രീറ്റ്. നമ്മൾ എന്ത് ഡ്രസ്സ് എടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ SMലേക്ക് പോവാറേ ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇപ്പം അമ്മ പോവുകയാണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ടില്ല. എന്തോ അന്ന് ആ തിരക്കും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് SM സ്ട്രീറ്റിൽ പോകാൻ. അവിടുന്ന് ഞാൻ ഒരു സാധനം മേടിച്ചിട്ടല്ല, പക്ഷേ എനിക്ക് ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനും കടകളിലൊക്കെ കയറി വെറുതെ നോക്കാനും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സോ
മേടിക്കാൻ അല്ലെങ്കിലും ആണെങ്കിലും SM കൂടെ ഒന്ന് കറങ്ങി നടക്കുന്നത് ഇപ്പം ഞങ്ങൾക്കൊരു ശീലമായിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ച് കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. No, maybe. So ഇത്രയൊക്കെയുള്ള ഒരു കുട്ടി ഹെയർ കട്ട് വീഡിയോ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.